ഹരിച്ചേട്ടാ, ഇന്ത്യയുടെ എക്കാലത്തെയും വീരപുരുഷനാണ് ആധുനിക ഇന്ത്യയുടെ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പകർന്ന ആവേശം ചെറുതല്ല. ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന വാദം അടുത്ത കാലത്ത് വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം അതേക്കുറിച്ചൊക്കെ ചില വെളിപ്പെടുത്തലുകളും ചില രേഖകൾ പുറത്തുവിടലും ഒക്കെ നടന്നു. ഇപ്പോൾ ഇതാ ചൈന പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. എന്താണ് സുഭാഷിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത? അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? അതോ ഈ പറയുന്നത് പോലെ അന്ന് അദ്ദേഹം മരിച്ചില്ലായിരുന്നോ? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിക്കാമോ? സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം സംബന്ധിച്ച് ദുരൂഹതകൾ ഓരോന്നായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദുരൂഹമായ അപ്രത്യക്ഷമായതിനു ശേഷം ഇപ്പോഴും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാർക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരവിന്റെയും അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിലൊരു വിഗ്രഹമായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണെന്നുള്ളതിന്റെയും ഇതിൽ പരം വലിയൊരു ഉദാഹരണം മറ്റൊന്ന് വേണം. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ചിട്ടുള്ള ഒരു ദുരൂഹത കൂടി നീങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ചൈനീസ് റിസർച്ചേഴ്സ് പുറത്തുവിട്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം, തായ്പേയിൽ വെച്ച് നടന്ന വിമാനാപകടത്തിൽ ജാപ്പനീസ് ജനറലായിരുന്ന സുനാമാസ ഷിഡയോടൊപ്പം ആ തകർന്ന വിമാനത്തിൽ സുഭാഷ് ബോസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത്. അതായത് അന്ന് ആ പ്രദേശത്തിന്റെ പേര് ഫോർമോസ എന്നാണ്, ഇപ്പോൾ തൈവാൻ എന്ന് പറയുന്നത്. പക്ഷെ ആ തകർന്ന വിമാനത്തിൽ സുനാമാസ ഷിഡെ ഇല്ലായിരുന്നെന്നും അതുകൊണ്ട് തന്നെ സുനാമാസ ഷിഡയോടൊപ്പം യാത്ര ചെയ്തിരുന്ന സുഭാഷ് ബോസും അതിൽ ഉണ്ടാവാൻ ഇടയില്ലെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് പട്ടാളമാണ് അന്ന് ജപ്പാനിൽ നിന്ന് വന്ന ആ വിമാനത്തെ വെടിവെച്ച് താഴെയിട്ടത്. അങ്ങനെയാണ് ആ വിമാനം തകരുന്നത്. സുനാമാസ ഷിഡെയുടെ മരണം സംഭവിച്ച വിമാന തകർച്ച ഉണ്ടായത് ഈ പറയുന്ന തായ്പേയ് ആകാശത്തിൽ വെച്ചിട്ടല്ല. ആ അപകടം ഉണ്ടാകുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണെന്നും അവിടെ സമുദ്രത്തിലേക്കാണ് ആ വിമാനം പതിച്ചതെന്നുമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്ന വിമാനാപകടം എന്ന് പറയുന്നത് സുനാമാസ ഷിഡെയുടെ അതിഥിയായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ സുഭാഷ് ബോസിന് എന്ത് സംഭവിച്ചിരിക്കണം? അദ്ദേഹം അന്ന് പുറത്തു വന്ന ഊഹാപോഹങ്ങളല്ല ഞാൻ പറയുന്ന, അന്ന് പുറത്തു വന്ന വാർത്തകളും പിന്നീട് ജസ്റ്റിസ് MK മുഖർജി കമ്മീഷൻ കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അന്ന് ജസ്റ്റിസ് MK കമ്മീഷൻ റിപ്പോർട്ട് UPA ഗവൺമെന്റ് തള്ളിക്കളഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ശരിക്കും ഈ വിമാനാപകടം എന്ന് പറയുന്ന ഒരു കഥ ജപ്പാൻ കെട്ടിച്ചമച്ചതാണ്. അത് കെട്ടിച്ചമയ്ക്കുന്നത് സുഭാഷ് ബോസിനെ തന്ത്രപൂർവ്വം പഴയ സോവിയറ്റ് യൂണിയനിലേക്ക് കടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് സഖ്യകക്ഷികളുടെ കയ്യിൽപ്പെടാതെ സോവിയറ്റ് യൂണിയനിൽ പോയി രഹസ്യമായി താമസിക്കാൻ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനാപകട കഥ സൃഷ്ടിച്ചതും അതിൽ നേതാജി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ഇത് 3 പേരാണ് ഈ അപകടത്തിൽ പെട്ടിരുന്നതെന്നും അതിൽ ജനറൽ ഷിഡെയും അതുപോലെ നേതാജിയും മരണപ്പെട്ടുവെന്നും നേതാജിയുടെ അടുത്ത അനുയായിയും INAയുടെ ലഫ്റ്റനന്റ് കേണലുമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ ഹബീബുർ റഹ്മാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടുവെന്നും ഹബീബുർ റഹ്മാൻ പിന്നീട് ഈ വിമാനാപകടത്തിന്റെ കഥ ശരിവെച്ചിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തെ കൊണ്ട് ബോധപൂർവം ആരോ പറയിച്ചതായിരിക്കണം. കാരണം അന്നത്തെ നെഹ്റു നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പറയിച്ചതാവാൻ തന്നെയാണ് അതിന്റെ സാധ്യത. പിന്നീട് സോവിയറ്റ് യൂണിയനിലേക്ക് രക്ഷപ്പെട്ട നേതാജി അവിടെ അദ്ദേഹം താമസിച്ചിരുന്നുവെന്നാണ് പിന്നീട് ഉണ്ടായിരുന്ന കുറെ വാർത്തകൾ. പിന്നീട് ജപ്പാനാകട്ടെ നേതാജിയുടെ ചിതാഭസ്മം എന്ന നിലയിൽ ജപ്പാനിലെ പ്രശസ്തമായ റിങ്കോജി ക്ഷേത്രത്തിൽ ഒരു ചിതാഭസ്മം ഒരു കലശത്തിലാക്കി സൂക്ഷിക്കുകയും ആ കലശം പക്ഷെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബംഗാളിലെ ജനത ഒരിക്കലും അത് നേതാജിയുടെ ചിതാഭസ്മം ഉൾക്കൊള്ളുന്ന കലശമാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല. ഒരിക്കൽ ഈ കലശം തിരിച്ചു കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നു.
അപ്പോൾ ബംഗാളിൽ ഏതാണ്ട് കലാപ സമാനമായ അവസ്ഥ കൊൽക്കത്തയിലുണ്ടായി. അതിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ആ, പഴയകാല വാർത്തകൾ അനുസരിച്ചിട്ട് ഇത് ഭാരത സർക്കാരിന് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷേ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1960കളിലോ അല്ലെങ്കിൽ 70കളിലോ ആവട്ടെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തിരികെ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നിരിക്കട്ടെ, ഇന്ത്യൻ ഭരണകൂടം തീർച്ചയായിട്ടും കടപുഴകുമായിരുന്നു. അതെ, ഒരു നിലംപതി. പുതിയ നേതാജിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം വരുമായിരുന്നു. നേതാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതിൽ അതെ, എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ടെന്ന്. പിന്നീട് ഒരു ജവഹർലാൽ സംശയവുമില്ല. നെഹ്റുവിന് ഒന്നും ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു അതെ, രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ മാറുമായിരുന്നു. അതെ, നേതാജിയെ പോലെ അദ്ദേഹത്തെ നമ്മൾ ആലോചിക്കേണ്ടത്, നേതാജി ഇന്ത്യ വിട്ട് 1940 അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ബെർലിനിലെത്തി, ജർമ്മനിയിലെത്തി. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നടത്തിയ റേഡിയോ പ്രക്ഷേപണങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ജയിലിലായിരിക്കുമ്പോൾ നേതാജിയുടെ റേഡിയോ പ്രക്ഷേപണങ്ങൾ കോടിക്കണക്കിന് ഭാരതീയരെ ആവേശഭരിതരാക്കിയിരുന്നു. ഉവ്വ്. അപ്പോൾ അങ്ങനെയുള്ള സുഭാഷ് ചന്ദ്രബോസ്, ആ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഒരു അന്തർവാഹിനിയിൽ കയറി ജപ്പാനിലെത്തുകയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യ കണ്ടിട്ടുള്ള അദ്ദേഹം ജവഹർലാൽ നെഹ്റുവോ അല്ലെ ഇന്ദിരാഗാന്ധിയോ ഒന്നുമല്ല. അദ്ദേഹം ഈ യുദ്ധഭൂമികളിലൂടെ ഒരു അതികായനെ പോലെ നടന്നുപോയ എല്ലാ യുദ്ധവിമാനങ്ങളിലും അന്തർവാഹിനികളിലും പടക്കപ്പലുകളിലും ഒക്കെ സഞ്ചരിച്ച് ഈ ലോകം മുഴുവൻ അദ്ദേഹം ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഞ്ചരിച്ചു. വേഷം മാറി പല രാജ്യങ്ങളിലും പോയി. യുദ്ധ അതെ, മുന്നണികളിലൊക്കെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറമായിരുന്നേ. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നത്, അദ്ദേഹത്തിന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ തന്റെ സ്വാധീന വലയത്തിലാക്കാൻ കഴിഞ്ഞ ഒരു മഹാനായ നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നേതാവിന്റെ തിരിച്ചുവരവിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരും പേടിച്ചിരുന്നു. നേതാജി തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? അതൊരു ഒരു ശരിക്കും ഒരു പേടി സ്വപ്നമായിരുന്നു പലർക്കും. അതെ. അതുകൊണ്ടായിരിക്കണം പിന്നീട് അതിലേക്കൊന്നും ആരും ശ്രമിക്കാതിരുന്നത് നമ്മൾ ചിന്തിച്ചാൽ അതിനാണ് ന്യായമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് നേതാജിയുടെ മരണം സംബന്ധിച്ചിട്ട് ദുരൂഹതകൾ നീക്കാൻ വേണ്ടി പല പല കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടു. ചിലയിടത്തൊക്കെ പല വ്യക്തികളും നേതാജി ആണെന്ന് സംശയിക്കപ്പെട്ടു. അതെ, ബറേലിയിലെ ചോദിച്ചോളൂ. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അങ്ങ് പറഞ്ഞ ബറേലിയിലെ ഗുംനാമി ബാബ എന്ന പേരിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്ന് അദ്ദേഹം വേഷം മാറി സന്യാസിയുടെ വേഷത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു അവിടെ എന്നുള്ള കഥ വലിയ പ്രചാരം ഇപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ തോതിൽ അത് പ്രചരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഗുംനാമി ബാബയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സർക്കാർ DNA പരിശോധന നടത്തുകയും ഗുംനാമി ബാബ സുഭാഷ് ബോസ് അല്ല എന്ന് ഉള്ളൊരു നിഗമനത്തിലെത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആ DNA പരിശോധന എത്രമാത്രം സത്യസന്ധമായിരുന്നു എന്നൊന്നും അത് നമുക്ക് പറയാൻ വയ്യ. ഇത് അതെ, ഒരുപാട് അന്വേഷണ കമ്മീഷൻ വന്നല്ലോ. ഞാൻ അതാണ് പറഞ്ഞ ഈ പിന്നെ MK മുഖർജി, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മുഖർജി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ആ വിമാനാപകട കഥയിൽ പിന്നെ വിമാന അപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ അത് മുഖർജി കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ, എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് സർക്കാർ ആ മുഖർജി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിലൊരു സുതാര്യതയുടെ കുറവ് വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അത് നേതാജി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് അറിയാനുള്ള അവകാശം ഓരോ ഇന്ത്യക്കാരനും ഉണ്ട്. തീർച്ചയായിട്ടും. അതിനെ തട അതിനെ തടഞ്ഞ സർക്കാരുകളുടെ നടപടി അത് ഒരു തരത്തിലും ക്ഷന്തവ്യമല്ല, ഇത് അക്ഷന്തവ്യമായ തെറ്റാണെന്നാണ് ഞാൻ ഇപ്പോഴും വിലയിരുത്തുന്നത്. നേതാജി ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും, കാരണം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും ആ സത്യം, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇന്ത്യ, ജപ്പാൻ, ചൈന, റഷ്യ, ഇന്നത്തെ റഷ്യ, ഈ 4 രാജ്യങ്ങളിലെ എക്സ്പെർട്ടുകൾ ചേർന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഈ 4 സർക്കാരുകളോട് ഉണ്ടാക്കി 4 രാജ്യത്തെ രേഖകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അങ്ങനെ ഒരു കമ്മിറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ പിന്നീട് നമുക്കത് വിശ്വസിക്കാം. ഉവ്വ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടോ? എന്തായാലും ഏറ്റവും ഒടുവിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വെളിപ്പെടുത്തൽ അത്
കള്ളമാവാൻ വഴിയില്ല. കാരണം ഇതിൽ നിന്ന് ചൈനയ്ക്ക് പ്രത്യേകിച്ചൊന്നും നേട്ടമൊന്നുമില്ല. നേതാജി അതെ അവിടെ പിന്നെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് നേട്ടമൊന്നുമില്ല. അപ്പോൾ ചൈന പറയുന്നത് ഇക്കാര്യത്തിൽ വിശ്വസിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ആ ദുരൂഹത, കാരണം ഏതൊരു ദുരൂഹതയും കാലം കൊണ്ട് അതിന്റെ ചുരുളുകൾ നിവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ചുരുളുകൾ ഇവിടെ നിവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് എനിക്ക് അതെ പറയാനുള്ളത്. അതെ ഭാരതത്തിലെ മനുഷ്യരെ മാത്രമല്ല, ഭാരതത്തിലെ ഓരോ മണൽത്തരിയെ പോലും ത്രസിപ്പിച്ച ആ ഭാരതപുത്രൻ്റെ ആ മാതൃരാജ്യത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും ഒക്കെ പ്രകടിപ്പിച്ച ആ മഹാനായ ഭാരതപുത്രൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യം, അദ്ദേഹം എങ്ങനെയാണ് ഈ പൊതുരംഗത്ത് നിന്ന് മറഞ്ഞത്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കതിന് അവകാശമുണ്ട്. നമ്മുടെ സർക്കാരുകൾ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഉന്നത സമിതി രൂപീകരിച്ച് രേഖകൾ പരിശോധിച്ച് ആധികാരികമായ വിവരം സർക്കാർ പുറത്തുവിടേണ്ടതാണ്. അതിന് നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആ മഹാനായ ഭാരതപുത്രന് നേതാജിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് ഇനിയും ഒരല്പകാലം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ചൈനയുടെ വെളിപ്പെടുത്തൽ അതിലേക്കുള്ള വെളിച്ചം വീശുന്നതാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.